ഗൈസ് അസ്സലാമലൈക്കും. ഞങ്ങളെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞങ്ങൾ പുറത്തേക്ക് പോവാണ്. അപ്പം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം. അപ്പം അതങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അതാവും ഞങ്ങളുടെ അവിടെ ഒരു ഓവുപാലമുണ്ട്. ആ ഓവുപാലത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഞങ്ങൾ പോണത്. മുകളിൽ റെയിലാണ്. അപ്പം മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ ഓവുപാലത്തിൻ്റെ ഉള്ളിൽ ഭയങ്കര വെള്ളമാവും. എന്നാലും അതിൻ്റെ ഉള്ളിൽ കൂടെ വണ്ടികളൊക്കെ പോവും. നല്ല വെള്ളം ഉണ്ടെങ്കിൽ ഓട്ടോറിക്ഷയൊന്നും പോവില്ല. അപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നു. ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് ടൗണിൽ കിടക്കാൻ ഞങ്ങൾക്ക് എളുപ്പം. തന്നെയാണ് പോരുക. അപ്പം നമ്മൾ ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മളോട് ഇങ്ങനെ പരിചയപ്പെടുമ്പോൾ എവിടെ സ്ഥലം എന്നൊക്കെ ചോദിക്കൂലേ. അപ്പോൾ നമ്മൾ പറയും വെട്ടിക്കാറ്റ് എവിടെയും കലാമണ്ഡലത്തിൻ്റെ അവിടെയാണെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരിങ്ങനെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതാണ് കേരള കലാമണ്ഡലം. അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഹൈറാമന്തിക്കാണ് പോകുന്നത്. മക്കളെ എന്നും പറയുമ്പോൾ നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന്. അപ്പം അങ്ങനെ അവരെ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകുന്നതാണ്. മന്തി മേടിക്കും, വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരിക ചെയ്യുക. മക്കൾക്ക് സ്കൂളുണ്ടാവും, മദ്രസ ഉണ്ടാവും. അപ്പോൾ പിന്നെ പോക്കങ്ങനെ നടക്കലില്ല. അപ്പോൾ പിന്നെ ഒരു ദിവസം ലീവ് കിട്ടിയപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങനെയായിട്ട് പോകുന്നു. അങ്ങനെ മെഹറി നസ്രി ഇവിടെ ഇരിക്കുന്നുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് പറയാം കേട്ടോ. ഇപ്പോഴൊന്നുമല്ല, കുറേ മുമ്പ് ഞങ്ങൾ വന്നപ്പോൾ ഇരുന്ന സ്ഥലം തന്നെയാണ് ഇപ്പോഴും കിട്ടിയത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ കൈ കഴുകാൻ പോന്നു. അപ്പം നസ്രി പറയുമ്പോൾ ഞാൻ വ്ളോഗിൽ പറയാം ഹൈറാമന്തിയിൽ എത്തിയെന്ന് പറയാം അമ്മച്ചേന്ന് പറയണം അവൾ. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മെഹറി പറഞ്ഞപ്പിച്ച് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ മെഹറിനെ ഫോട്ടോ എടുക്കണം ഉളപ്പിച്ച്. അപ്പോൾ അതിന് പോസ് കൊടുക്കുകയാണ്. അങ്ങനെ കാത്തിരുന്ന് അങ്ങനെ ഫുഡൊക്കെ എത്തി. അപ്പോൾ ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മന്തിയാണ്, അൽഫാം മന്തിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മെഹറിക്കും നസ്രിക്കും സാദാ അൽഫാമും, ഇക്കാക്ക് പിരിപിരിയും, ഇക്ക് ഹണി, അങ്ങനെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ വന്നിട്ട് പിന്നെ ഇക്കാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് ഞങ്ങളുടെ പാത്രത്തിലേക്ക് ഇട്ട് തരികയാണത്. ഇപ്പോൾ കുഴപ്പമോ അത്ര വലിയ ടേസ്റ്റൊന്നും എനിക്ക് മന്തിക്ക് തോന്നിയില്ല. കഴിഞ്ഞ പ്രാവശ്യം പോയി കഴിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യം അതിലേക്ക് തന്നെ പോയത്. പക്ഷേ വലിയ കുഴപ്പമില്ല റൈസൊന്നും. എന്നാലും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. അൽഫാമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം എന്നാൽ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നസ്രി കേട്ടോ ഫോൺ മേടിച്ചിട്ട് അവളാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അവളായിട്ട് പറയണതും. എത്രയെന്ന് അറിയില്ല. എൻ്റെ കഴിഞ്ഞു ഇതാ താത്ത പോകും. ഉമ്മച്ചി മാത്രമുള്ള കഴിയാണ്. ഇന്ത്യൻ താത്താൻ്റെയും കഴിഞ്ഞു. ഞാൻ സാപ്പിടാണ്. ഇപ്പാൻ്റെ കഴിഞ്ഞു കേട്ടോ. ഇപ്പാൻ്റെ കഴിഞ്ഞു മാത്രം കഴിയാനുള്ളൂ. എല്ലാറ്റും കഴിഞ്ഞു. ഇതാ രണ്ടാളിന്ന് കൈ കഴുകണു. അങ്ങനെ ഫുഡിൻ്റെ ഒക്കെ കലാശാലൊക്കെ കഴിഞ്ഞു കേട്ടോ. എല്ലാവരൊക്കെ കഴിഞ്ഞു, എൻ്റെ മാത്രമേ കഴിയാത്തുള്ളൂ. എന്നിട്ട് അപ്പോൾ ഇപ്പം മക്കളും ഇന്നെ കാത്തിരിക്കുക കേട്ടോ, എൻ്റെ കഴിയാത്ത കാര്യം.
എന്നിട്ട് പിന്നെ നമ്മൾ ബില്ലൊക്കെ കൊടുത്തിട്ട് അങ്ങനെ തിരിച്ചു പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇക്കാക്ക പിന്നെ പമ്പിൽ കയറി. അപ്പം ഞാനും മക്കളും കൂടി അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അപ്പുറത്തെ സൈഡിൽ ചെറിയ കട ഉണ്ട്, തട്ടുകട. അപ്പോൾ അതിൽ പിന്നെ സവനപ്പും എണ്ണ പലഹാരങ്ങളും ഒക്കെ കണ്ട കടയാണ്. അപ്പോൾ അതിൽ കയറിയപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് സവനപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർക്ക് സവനപ്പും ഒക്കെ മേടിച്ചു കൊടുക്കാൻ നിന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.